ഹലോ എല്ലാവർക്കും എജുപോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ ബിസിനസ് സ്റ്റഡീസ് എടുക്കുന്ന അഫ്ലൈ സാറാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സാം ഒക്കെ നമ്മുടെ എന്തായിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സാമിന്റെ ചൂടിൽ നല്ല ഉഷാറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് നിമിഷങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന് നമുക്ക് പഠിക്കാനുള്ളത് 2 ദിവസമായിരുന്നു, അതിൽ ഏകദേശം 1 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തേ ഉള്ളൂ, ഇനി അങ്ങോട്ട് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിന് അപ്പുറത്തേക്ക് നമുക്ക് എന്തില്ല, ഒന്നും ഇനി ചെയ്യാനില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്തേ പെട്ടെന്ന് എസ് എ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് അറിയുന്ന പോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. ഏകദേശം 10-11 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചാപ്റ്റർ എടുത്താൽ നമുക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചാപ്റ്ററിൽ ഒരുപാട് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓരോ ഡിസിഷൻ അല്ലേ. അതിൽ 3 ഡിസിഷനെ കുറിച്ചും ആ ഡിസിഷനുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ഫാക്ടേഴ്സിനെ കുറിച്ചുമാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസേഴ്സും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യേണ്ട, 8 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചോദ്യത്തിലേക്കും അതിന്റെ ഉത്തരങ്ങളും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് പോകട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയേ, എല്ലാവരും നോക്കിയേ. ഇപ്പോൾ ദ കോൺസെപ്റ്റ് റെഫേഴ്സ് ടു ദ മിക്സ് ബിറ്റ്വീൻ ദ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഓണേഴ്സ് ഫണ്ട് ബോറോഡ് ഫണ്ട്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് അറിയാം. അപ്പോൾ ബോറോഡ് ഫണ്ടും അതേപോലെ തന്നെ ഓണേഴ്സ് ഫണ്ടും എന്ന് പറയുന്നത് കേട്ടാൽ തന്നെ നമുക്ക് ആദ്യം ഓർമ്മയിലേക്ക് വരേണ്ടത് എന്താണ്, ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി അല്ലേ. ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്കറിയാം ഓണേഴ്സ് ഫണ്ടും അതേപോലെ ബോറോഡ് ഫണ്ടും ആണുള്ളത്. അതിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് നമുക്കറിയാം. അടുത്ത ചോദ്യം ഇത് ക്യാപിറ്റൽ സ്ട്രക്ചറിന് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിൽ റൈറ്റ് ഇനി 3 ഫാക്ടർ ചോയ്സ് ഓഫ് ദി, അങ്ങനെ പല രീതിയിൽ 8 മാർക്കിനും 4 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ട് ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീൻ നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ക്യാപിറ്റൽ സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഒരു ഫിനാൻഷ്യൽ മാനേജർ എടുക്കുന്നത് 3 ഡിസിഷൻസ് ആണ്. ഡിവിഡൻഡ് ഡിസിഷൻ ആണ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഫിനാൻസിങ് ഡിസിഷൻ ആണ്. ഇവിടെ ഫിനാൻസിങ് ഡിസിഷനും അതേപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഫാക്ടേഴ്സും ഈ 2 ഫാക്ടേഴ്സും ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഒന്ന് പഠിച്ചാൽ 2 പഠിച്ചതിന്റെ ഗുണം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇതിന്റെ ഏതെങ്കിലും ഒരു 8 നമുക്ക് എന്ത് കോമൺ ആയിട്ടുള്ളത് പഠിച്ചു വെച്ചാൽ എന്താ ഗുണം, ഈസി ആയിട്ട് 2 ചോദ്യം ഫിനാൻസിങ് ഡിസിഷന്റെ ഫാക്ടേഴ്സ് ചോദിച്ചാലും ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഫാക്ടേഴ്സ് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ നോക്കാം. അതുമായി ബന്ധപ്പെട്ടിട്ട് ഫിനാൻസിങ് ഡിസിഷൻ ഉള്ളതിനൊന്ന് എന്ത് ചെയ്യാൻ മതി, കമ്പയർ ചെയ്താൽ മതി. ഫസ്റ്റ് ഇതാണ് ക്യാഷ് ഫ്ലോ ഓഫ് ദ പൊസിഷൻ എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോ എന്താണ് നമുക്കറിയാം, കമ്പനിയുടെ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട് ഫ്ലോയും അത് 2 സ്ഥലത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചാൽ തന്നെ 2 അടുത്തതാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ബോറോഡ് ഫണ്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ മാത്രം പണം നമ്മളെ കയ്യിലുണ്ടോ എന്ന് നോക്കുന്നതാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെതാണ്. അടുത്തതായിട്ട് നോക്കാം ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ. അതേപോലെ തന്നെ നമ്മുടെ ഡെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ ആണല്ലേ, നമ്മൾ കടം എടുക്കണോ അല്ലെങ്കിൽ ഇക്വിറ്റി എടുക്കണോ എന്ന ഡിസിഷനാണ്. അവിടെ നമ്മൾ എന്ത് നോക്കണം, നമുക്ക് തിരിച്ചടയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഇത് രണ്ടും ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ തിരിച്ചടവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്നുള്ളതും നമ്മുടെ ഒരു ഫാക്ടറാണ്. അടുത്തത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റും ഉണ്ട്. ഞാൻ അടുത്ത പോയിന്റിൽ പോകുന്ന കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഉണ്ട്. ഈ 2 കോസ്റ്റിനും കോമൺ ആയിട്ടാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫിനാൻസിംഗ് ഡിസിഷനിൽ പറയുന്നത്. അപ്പോൾ കോസ്റ്റ് എന്ന് നമുക്ക് എവിടെ എഴുതിയാലും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എടുക്കുന്ന കോസ്റ്റും നമ്മൾ കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ എന്തെടുക്കുന്ന കോസ്റ്റും നമ്മൾ കൺസിഡർ ചെയ്യണം. ഡെപ്റ്റ് എടുക്കുന്നതും അല്ലെങ്കിൽ ബോറോഡ് എടുക്കുന്നതിൻ്റെയും കോസ്റ്റ് ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ 2 പോയിന്റ് എഴുതിയാൽ എന്തായി, നമുക്ക് 2 എഴുതിയാൽ 2 മാർക്ക് കിട്ടും. ഇനി 1 കോസ്റ്റ് എന്ന് മാത്രം എഴുതിയാൽ അതിനും എന്തുണ്ട്, നമുക്ക് മാർക്ക് ഉണ്ട്. ടാക്സ് റേറ്റ് നോക്കണം, നമുക്ക് ടാക്സിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടോ, നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ടാക്സ് ബെനിഫിറ്റ് കിട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ നോക്കണം ബോറോഡ് ഫണ്ട് എടുത്താൽ നമുക്ക് എന്തുണ്ട്, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ്, അതിന്റെ ഫാക്ടേഴ്സ് ആണല്ലേ എഫക്ട് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. 2ലും നമുക്ക് എന്ത് പറയുന്നുണ്ട്, ഫ്ലോട്ടേഷൻ കോസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇത് ഇഷ്യൂ ചെയ്യാനുള്ള നമ്മുടെ ഏതെങ്കിലും ബോറോഡ് ഫണ്ടാണോ അല്ലെങ്കിൽ ഈ ഓണേഴ്സ് ഫണ്ടാണോ, ഇത് രണ്ടും റേസ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഒരു ചെലവ് വരുന്നുണ്ടെങ്കിൽ അത് ആദ്യത്തെ വരുന്ന ചെലവിനെയാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, ഫ്ലക്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്താണ് റിസ്ക് കൺസിഡറേഷൻ. 2ലും ഉള്ളതാണ് റിസ്ക് എന്ന് പറയുന്ന ഫാക്ടർ. നമുക്ക് ഏത് ആണോ എടുക്കുന്നത്, ഏത് ഫണ്ടാണോ എടുക്കുന്നത്, ഓണേഴ്സ് ഫണ്ടാണോ അല്ലെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ ബോറോഡ് ഫണ്ടാണോ, ആ 2ന് റിസ്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമുക്ക് വിചാരിക്കുമ്പോഴത്തേക്കും പണം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അടുത്തത് കൺട്രോൾ, നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ. നമുക്കറിയാം ഇക്വിറ്റി ആണെങ്കിൽ, നമ്മൾ ഓണേഴ്സ് ഫണ്ട് ആണെങ്കിൽ അവിടെ അവരെന്ത് ചെയ്യും, ഡിസിഷൻ മേക്കിങ്ങിൽ പങ്കെടുക്കും.
ബോറോഡ് ഫണ്ട് ആണെങ്കിൽ അതിൽ വരൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ രണ്ടിലും ഉള്ളതാണ്, നമ്മളത് നോക്കണം. ഓക്കെ, അടുത്തതാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇത് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഉണ്ട്. നമ്മൾ സെബിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് +1 അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ നോക്കുന്നത്. അടുത്താണ് മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻ. രണ്ടിലും കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്താണ് മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒക്കെ കണ്ടീഷൻസ് ആണ് മാർക്കറ്റ് കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് അതർ കമ്പനീസ്. ബാക്കി കമ്പനീസ് എങ്ങനെയൊക്കെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാക്കിയതെന്നും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ഫാക്ടറായിട്ട് പറയാം. അപ്പോൾ ഇതിലെല്ലാം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും 8 നമുക്ക് എളുപ്പമുള്ളത് എന്ത് ചെയ്താൽ മതി, നമ്മൾ പഠിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫാക്ടേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നിന്ന് കോസ്റ്റ് ഉണ്ട്, റിസ്ക് ഉണ്ട്, ഫ്ലക്ച്വേഷൻ കോസ്റ്റ് ഉണ്ട്, ക്യാഷ് ഫ്ലോ പൊസിഷൻ ഉണ്ട്, ഒക്കെ നമ്മൾ പറഞ്ഞു. ഈ 8 പോയിന്റ് തന്നെയാണ് എവിടെയും വരുന്നത് ക്യാപിറ്റൽ സ്റ്റഡി. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് 8 പഠിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി, നമുക്ക് എത്ര മാർക്കിനാണോ ചോദ്യം വരുന്നത്, 8 മാർക്കാണ്, 8 മാർക്ക് കിട്ടും, 6 ആണെങ്കിൽ 6 കിട്ടും എന്നുള്ള ഈസി ആയിട്ടുള്ളതാണ് അല്ലേ. അടുത്തതായിട്ട് നമ്മൾ ഇതിൽ നിന്ന് അടുത്ത ഫാക്ടേഴ്സ് ഓഫ് എഫക്റ്റിംഗ് ചോദിക്കുന്നതാണ്. നമുക്കറിയാം 2 രീതിയിലുള്ള ഫണ്ടിങ് ആണ് നമുക്ക് ക്യാപിറ്റലാണ് നമുക്കുള്ളത്. ഒന്നിന് ഫിക്സഡ് ക്യാപിറ്റലും അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിനെ നമ്മൾ സ്വരൂപിച്ചെടുത്ത പണം നമ്മൾ എവിടേക്കാണ് ചെലവാക്കുന്നത് എന്ന ബേസിലാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഇതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന ബേസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ക്യാപിറ്റൽ ഫണ്ട് എന്നും അതേപോലെ തന്നെ നമ്മൾ വർക്കിംഗ് എന്നും പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ടുള്ള ചോദ്യ പേപ്പറിൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ള ചോദ്യമാണ് അല്ലേ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എനിക്ക് തോന്നുകയാണ് കുറേ കാലമായില്ലേ വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് ചോദിക്കുന്നത്, ചിലപ്പോൾ അത് എന്തിലേക്ക് പോവാം, ഫിക്സഡ് ക്യാപിറ്റലിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഡിറ്റർമിനേഷൻ ഓഫ് 5 വർക്കിംഗ് ക്യാപിറ്റൽ ലിസ്റ്റ് ഔട്ട് ദ factors affecting the working capital. വർക്കിംഗ് ക്യാപിറ്റലുമായി ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിക്സഡ് ക്യാപിറ്റലിനെ കുറിച്ചിട്ട് 2023 ഒക്കെ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ രണ്ടിലും അതിൻ്റെ വലിയ വ്യത്യാസങ്ങൾ, കുറച്ച് പോയിന്റ്സ് ഒക്കെ എന്താണ് കോമൺ ആണ്, ബാക്കി കുറച്ച് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ലോങ് ടേമിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് ഫിക്സഡ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഷോർട്ട് ടേമിലേക്കാണെങ്കിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലാണ് യൂസ് ചെയ്യുക. ഒരു കമ്പനിയുടെ ഡേ ടു ഡേ വർക്കിന് വേണ്ടി നമ്മൾ എക്സ്പെൻസ് കോസ്റ്റ് ഇതാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഫാക്ടേഴ്സ് നോക്കാം. അതിൽ ഫസ്റ്റത്തെ 2 പോയിന്റ് രണ്ടാൾക്കും കോമൺ ആണ്. പെട്ടെന്ന് തന്നെ എന്താണ്, നേച്ചർ ഓഫ് ദി ബിസിനസ്സും സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നതുമാണ് അല്ലേ. രണ്ടിലും എന്താണ്, സെയിം ആണ്. എന്താണ് നേച്ചർ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്, ക്യാപിറ്റലും ഫിക്സഡും രണ്ടും നമ്മുടെ ബിസിനസിന്റെ നേച്ചർ പോലെ എന്ത് തരം ബിസിനസ് ആണോ അത് ബേസ് ചെയ്തിരിക്കും ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. അതേപോലെ തന്നെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, എത്ര വലുതാണ് നമ്മുടെ കമ്പനി എന്ന ബേസിലിരിക്കും അതിന്റെ എന്ത് പറയുന്നത്, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റലും എന്ന് നമുക്കറിയാം. അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് പോവാം, നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആദ്യം നോക്കിയിട്ട് പിന്നെ എങ്ങോട്ട് പോവാം, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാണ് ഫാക്ടർ വർക്കിംഗ് ക്യാപിറ്റൽ ഒന്ന് ബിസിനസ് സൈക്കിളാണ്. എന്താണ് ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് വിൽക്കുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സിനാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽസ് വാങ്ങി പ്രൊഡക്ഷൻ നടത്തിയിട്ട് അത് സെയിൽസ് എത്തി അത് വിറ്റ് നമ്മളിലേക്ക് പണം വരുന്നത് വരെയുള്ള മൊത്തം സൈക്കിളിനെ. ചില പ്രൊഡക്റ്റ് എന്തായിരിക്കും, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കുറേ സമയം എടുക്കും, അത് വിൽക്കാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ബിസിനസ് സൈക്കിൾ വലുതായിരിക്കും. ചിലപ്പം പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ചായപ്പീടി ആണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ചായ ഉണ്ടാക്കുന്നു, അപ്പം തന്നെ വെക്കുന്നു, അപ്പം തന്നെ പണം കിട്ടുന്നു. അപ്പോൾ ബിസിനസ് സൈക്കിൾ എന്താണ്, വളരെ ചെറുതാണ്. അപ്പോൾ ബിസിനസ് സൈക്കിൾ അതിനെ ഫാക്ടേഴ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. സീസണൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരും. ഡേ ടു ഡേ ബിസിനസ് ആണ്. ഇപ്പോൾ ഒരു ഷോപ്പ്, ഒരു കടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു ഡ്രസ്സിന്റെ ഷോപ്പാണ്, ചെറിയ ഒക്കേഷൻസ് വരുമ്പോൾ അയാൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം, കാരണം കൂടുതൽ സ്റ്റോക്ക് എടുക്കുന്നു, കൂടുതൽ സെയിൽസ് നടക്കുന്നു. ആ സമയത്ത് മാത്രം സീസണലി നമുക്ക് എന്ത് വരുന്നുണ്ട്, നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യം വരുന്നുണ്ട്. പ്രൊഡക്ഷൻ സൈക്കിളാണ് അടുത്ത പോയിന്റ്. എന്താണ് പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റ്, ചില പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെട്ടെന്നായിരിക്കും അല്ലേ. നമുക്ക് എന്താണ്, ചില സാധനങ്ങൾ നമ്മൾ മെഷീനിലേക്ക് റോ മെറ്റീരിയൽസ് കൊടുക്കുന്നു, അപ്പം തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. പ്രൊഡക്ഷൻ സൈക്കിൾ വളരെ ചെറുതാണ്. അപ്പോൾ എന്താ, വർക്കിംഗ് ക്യാപിറ്റൽ വളരെ കുറച്ച് മതി. ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ഒരുപാട് പ്രോസസ്സ് കഴിയുന്നതാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതെന്താണ് ഒരു ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നതാണ്. ക്രെഡിറ്റ് അലൗഡ്, നമ്മൾ എടുക്കുന്ന സാധനത്തിന് നമുക്ക് എത്രത്തോളം കടത്തിൽ സാധനം കിട്ടുന്നു എന്ന് ബേസ് ചെയ്തിട്ടും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ എഫിഷ്യൻസി, ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, നമ്മുടെ മൊത്തത്തിലുള്ള ഓപ്പറേഷൻസിന്റെ എഫിഷ്യൻസി അത് വളരെ ലെയിമാണ്. ചിലപ്പോൾ കൂടുതൽ ചിലവ് വരും. വളരെ എഫിഷ്യൻ്റ് ആണെങ്കിൽ ചെറിയ പൈസ മതി. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി വർക്കിംഗ് ക്യാപിറ്റലിനുണ്ട് അല്ലേ. കാരണം എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് സംതിങ് റിലേറ്റഡ് ടു നമ്മുടെ ഡേ ടു ഡേ യൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ വർക്കിംഗ് ഇതിൽ നിന്ന് റോ മെറ്റീരിയൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട റോ മെറ്റീരിയൽസ് വരി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഫിക്സഡ് ക്യാപിറ്റൽ, നമ്മുടെ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിക്സഡ് ക്യാപിറ്റൽ നമ്മൾ മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലത്തെ സാധനങ്ങൾക്കാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് എഫക്ട് ചെയ്യണമെന്ന് നോക്കിയാൽ, ഒന്നെന്താണ് നേച്ചറും സ്കെയിലും നമ്മൾ പറഞ്ഞു. പിന്നെ ചോയ്സ് ഓഫ് ടെക്നിക്കാണ്, ഏത് യൂസ് ഓഫ് ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് വെച്ചിരിക്കും. ടെക്നോളജി അപ്ഗ്രേഡേഷൻ ആണ്, നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, എക്സ്പെൻസീവ് ആണ് അല്ലേ. അതേപോലെ തന്നെ ഗ്രോത്ത് പ്രോസ്പെക്ടസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ വളർച്ച
ഒരു ഓഫീസായി അടുത്ത ഓഫീസിലേക്ക് മാറുന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ബിൽഡിംഗ് എടുക്കണം. അപ്പോഴൊക്കെ നമുക്ക് എന്തുണ്ട്, ഫിക്സ്ഡ് ക്യാപിറ്റൽ ഈസ് ബീങ് യൂസ്ഡ്. അടുത്ത ഡൈവേഴ്സിഫിക്കേഷൻ, നമ്മൾ ഒരു നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എന്തുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സോപ്പാണ് മാനുഫാക്ചർ, അതിൻ്റെ മെഷീനറി എല്ലാം വാങ്ങി പെട്ടെന്ന് നമ്മൾ പറയുകയാണ് നമ്മൾ ഇനി എന്തിലേക്കുണ്ട്, വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും നമുക്ക് എന്തുണ്ട്, ആവശ്യമുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡൈവേഴ്സിഫിക്കേഷൻ. ഇനി എന്താണ് മെത്തേഡ് ഓഫ് അക്വയറിംഗ് ഫിക്സ്ഡ് അസറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അടുത്തതാണ് കൊളാബറേഷൻ, ആരുമായിട്ടാണ് കൊളാബ് ചെയ്യുന്നത് എന്ന് ബന്ധപ്പെട്ടിട്ടിരിക്കും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മുടെ ഫിക്സ്ഡ് ക്യാപിറ്റലും അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മിനിമം ഒരു 5 എണ്ണവും പഠിച്ചു വെക്കുക. എന്തായാലും ഈ ചാപ്റ്റർ ഒരു എസ്എ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എസ്എ ക്വസ്റ്റ്യനിൽ ഇതിൽ ഞാൻ ഇന്ന് പറഞ്ഞ ഏതെങ്കിലും ഒന്ന് ആവാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യേണ്ട, വെറുതെ കളയേണ്ട ഒരു 8 മാർക്ക് എന്ന് പറയുന്നത് ഈസി ആയിട്ട് കുറേ കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അതൊന്ന് പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 5 മാർക്ക് 6 മാർക്കിനൊക്കെ ഇതിൽ നിന്ന് എന്തായാലും ഈ ചാപ്റ്ററിന് ആകെ ഇത്ര ചോദ്യങ്ങളെ ചോദിക്കാനുള്ളൂ. അതിന്റെ ഒരു 80% ഞാൻ ഇപ്പം പറഞ്ഞത് തന്നെയുള്ളൂ. പിന്നെ ഒരു ഡിവിഡൻഡ് ഡിസിഷൻ കൂടി നമുക്ക് പറയാനുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ വെരി ഷുവർ ക്വസ്റ്റ്യൻ. താങ്ക് യു.